ഡാൻസ് ഒക്കെ കലക്കിയത് മിസ്സേ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡാൻസ് കളിക്കണ കാണാന്. ആണോ? ആരാ പറയണേ? ഫർസാന. ഓക്കെ, താങ്ക് യു. ടീച്ചർ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? നല്ല ഡാൻസേഴ്സ് കളിക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി കണ്ടോണ്ടിരിക്കാന്. കളിക്കണേ ചെറുപ്പം മുതൽ ഇങ്ങനെ കളിക്കുമായിരുന്നു. നല്ലതാ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു. ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് എനിക്ക് നല്ലപോലെ ക്ലാസ് ഒന്നും കൂടാൻ പറ്റുന്നില്ലായിരുന്നേ. ഞാനിപ്പോ ഇങ്ങോട്ട് എബ്രോഡ് പോന്നു, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോന്നു. അപ്പൊ പതുക്കെ ഒന്നും സെറ്റ് ആയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നാ കറക്റ്റ് ടൈമിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അത് കുറച്ച് എന്താ ഈ എമിഗ്രേഷന്റെ കാര്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ആയിട്ടെ പോലും കുറച്ച് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു മാഡം. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ദുബായിലാ. എങ്ങനെ വരും ചിലു? അത് അറിയത്തില്ല, എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്, അറിയത്തില്ല. ദൈവം അനുഗ്രഹിച്ച സിസ്റ്ററിന്റെ മാരേജ് ഉണ്ടേ സെപ്റ്റംബറിലാ. അപ്പൊ ദൈവം അനുഗ്രഹിച്ച ആ സമയത്തൊക്കെ വരാൻ പറ്റുമായിരിക്കും. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി മാത്രം നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉള്ളതാന്ന് വിചാരിച്ചു. പക്ഷെ അതിനിടയിലാണ് കൺവൊക്കേഷൻ സെറമണി പുറപ്പെട്ടത്. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. പ്രാക്ടിക്കലി കാണുന്ന പോലെ അല്ല. ജിഷ, കാലൊക്കെ ശരിയായോ ജിഷ? ടീച്ചർ പ്ലാസ്റ്റർ എടുത്തു, പിന്നെ കുറച്ചായിട്ട് നടക്കാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ല. നമ്മുടെ പ്രോഗ്രാം ആവുമ്പോഴേക്കും ശരിയാവില്ലേ? അത് ശരിയായില്ലെങ്കിലും എത്തും. എന്തോ പ്രോഗ്രാം ഒക്കെ എപ്പോഴാണ് ചോദിക്കാം? പ്രോഗ്രാം നിങ്ങൾക്ക് എന്താ ക്ലാസ് തുടങ്ങിയത്? ഓഗസ്റ്റ് 29th. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയോട് കൂടി ഉണ്ടാവും മിക്കവാറും. കാരണം സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്ത് കിട്ടണ്ടേ എല്ലാവരുടെ. അതൊക്കെ വന്ന ശേഷം ഇത് കണ്ടക്ട് ചെയ്യും. പക്ഷെ എന്തായാലും ഇനി വേറെ മോണ്ടിസോറിയുടെ ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല കൺവൊക്കേഷൻ. ബാച്ചിന്റെ തുടങ്ങിയാണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്. ടീച്ചർ അടിപൊളിയായി ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ, പൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പ്രാക്ടീസ് ആണെന്നൊക്കെ. പക്ഷെ ടീച്ചറാണ് എല്ലാരും വെച്ച് നന്നായി ഡാൻസ് കളിച്ചായിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സാരിയും നല്ല രസമായിരുന്നു. യൂണിഫോം നല്ല സാരിയായിരുന്നല്ലേ? നല്ല കളറായിരുന്നു അത്. അശ്വതി മിസ്സിന്റെ ശരിക്കും കണ്ടില്ല, മിസ്സിനെയാണ് ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ളത്. അതെ, പിന്നെന്ന് വെച്ചാൽ വേറൊരു പണി എനിക്ക് കിട്ടിയായിരുന്നു. തലേ ദിവസം ആങ്കർ കുട്ടി വരില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ആങ്കർ ചെയ്തത്. പെട്ടെന്നാണ് തലേ ദിവസം കിട്ടിയത്. അങ്ങനെയൊക്കെ ഒരു അവസരം ആദ്യമായിട്ട് കിട്ടിയതാ. അത്രയും വലിയ ആൾക്കാരും ആദ്യമായിട്ട് ചെയ്യാണോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ടായിരുന്നോ? പറയണൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇംഗ്ലീഷിൽ പറയണം. കുറെ കഴിഞ്ഞപ്പോ പ്രൊസീജിയർ ഒരു ഇതൊക്കെ കഴിഞ്ഞ സെറിമണി ഏകദേശം അവസാനമായിപ്പോ മലയാളത്തിലായിരുന്നു സംസാരം. കുറെ നേരം നമുക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷിലൊന്നും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ വന്നത് പാരന്റ്സ് കുറെ ആൾക്കാരുണ്ട്, പഴയ ആൾക്കാരാണ് കുറെ പേര്. അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതി അവരിപ്പോ മിണ്ടാതിരിക്കുക. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ അവർ മിണ്ടാതിരിക്കുക, അവർക്കൊന്നും മനസ്സിലാവാനില്ല. അതെ, പിന്നെ സാറ് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞോളൂ. അങ്ങനെ പിന്നെ മലയാളത്തിൽ തുടങ്ങി. അപ്പൊ നമ്മുടെ സ്വന്തം ലാംഗ്വേജ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാലോ. അതെ, നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആകുമ്പോൾ കൂടുതൽ പറയാൻ പറ്റും. സ്ട്രക്ചേർഡ് ആയിട്ടായിരുന്നു നമ്മുടെ ആങ്കറിങ്ങിനുള്ള കുറെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മലയാളത്തിൽ സംസാരിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വേണമെങ്കിൽ ആരും തട്ടിക്കളയണ്ട കേട്ടോ. ഞാൻ ചെയ്തേക്കണം. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ?
മിസ്സിന്റെ കഴിക്കും, ഡാൻസിന്റെ ക്ലാസ് വീഡിയോ കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ കഴിക്കുള്ളൂ. കാണിച്ചു കൊടുത്തു. ഭയങ്കര ചെറുപ്പാണല്ലോ എന്ന് പറഞ്ഞു. പ്രായം പറയണോ? ചെറുപ്പം നല്ലതോ എന്നെ കണ്ടെങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. നല്ല പ്രായമുണ്ട്. മിസ് എത്ര ചെയ്തില്ല. വയസ്സുണ്ടാവും? എത്ര വയസ്സുണ്ടാവും ഏകദേശം? 30, 31. ഒരു 28, 29. 28, 29. 27. 27. 29. 28. മിസ് 94-ലല്ലേ പറഞ്ഞിരുന്ന? അതെ. അപ്പൊ എത്ര വയസ്സായി? അപ്പൊ 30. 30. 31 ആയി. ഈ ജൂലൈ ആവുമ്പോൾ 31 ആവും. ഓക്കെ. പ്രേയർ ഉണ്ടോ? അതാണ് അമ്മേനെ വിളിച്ച്. അതിപ്പോ അമ്മയെങ്കിലും വിളിച്ച കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. ഹലോ, ശരണ്യാണ്. പേര് പറയട്ടെ. പ്രേയർ പാടിക്കോളൂ. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീതിയിൽ പുണ്യവീതികളാകണം, പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം, യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം, ഈശ്വരനാനന്ദനം, ഈശ്വരനാനന്ദനം. താങ്ക് യു മാം. നെക്സ്റ്റ്. തോട്ട്സ് ഇല്ലേ? ആരാ പറയുന്നത്? മിസ് തോട്ട് ഓഫ് ദി ഡേ ഞാനാണ്. Old friends are gold, new friends are diamonds. If you get diamonds, don't forget gold, because only gold can hold a diamond. Dr. APJ Abdul Kalam. Thank you. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്. ഫൈനൽ. സൈനിങ് ഞാനാണ്. Hello, my dear little kids. How are you today? In this chapter, we are going to learn 5 magical words. Okay, are you ready? Okay, let's start. Yes. If you want something, what you will say? What you will say? I will say, please. I will say, please. That's what I say. That's what I say. If you get something, what you will say? What you will say? I will say, thank you. I will say, thank you. That's what I say. That's what I say. If you hurt someone, what you will say? What you will say? I will say sorry. I will say sorry. That's what I do. That's what I do. If you want sneezing, കേൾക്കുന്നില്ലല്ലോ സഫിയ? പോയോ? what you will say? I will. If you say. റേഞ്ച് ഹലോ. റേഞ്ച് എനിക്കൊരു കോള് വന്നു, അതുകൊണ്ടാണ്. മതിയാക്കാം അല്ലേ? കംപ്ലീറ്റ് ചെയ്യൂ. പോയോ? പോയി. യെസ്. സഫിയ പോയോ? യെസ്.
ടീച്ചർ ഒരു കോള് വന്നു ഇടയ്ക്കൂടെ. ഹലോ, ആ ഒരു കോള് വന്നു ഇടയ്ക്കൂടെ പറയാ. ഓക്കെ, ഇനി ഉണ്ടോ അധികം ഉണ്ടോ പറയാൻ? ഇനി കുറച്ചേ ഉള്ളൂ, വേണ്ട ഇനിയിപ്പോ എന്തായാലും മതിയാക്കാം. മതി. കംപ്ലീറ്റ് ചെയ്തോളൂ, പ്രിപ്പയർ ചെയ്തോളൂ. പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ ചെയ്തോളൂ. ഓക്കെ, ഒരു ലേശം ഉള്ളൂ, 4 വരിയുള്ളൂ. പഠിച്ചു. If someone say thank you, someone say thank you, what you will say, what you will say, I will say welcome, I will say welcome, that's what I do, that's what I do. Thank you all, have a wonderful day. ഓക്കെ, വെരി ഗുഡ്. സത്യം പാട്ട് പാടാറുണ്ട് ഇടക്ക്. ഇല്ല നമ്മളുടെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രം. ശബ്ദം നല്ലാണ് കേട്ടോ, പ്രാക്ടീസ് ചെയ്ത് നല്ലായിരിക്കും. ആണോ? ഓക്കെ, താങ്ക് യു. നമ്മള് പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ക്യാൻവാസിംഗ് ആൻഡ് ക്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനതൊക്കെ ഒന്ന് വേറെ രീതിയിൽ റെഫർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നോട്ട് തരാം കേട്ടോ. ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊന്നല്ല അതിൽ വരുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അഴിച്ചു പണിതിട്ടുണ്ട്. ഓക്കെ, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്. എന്താണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്? അവിടെ നോക്കണ്ട. അങ്ങനെ സ്കൂളുകളിലെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്? വീടുകളിൽ പോയിട്ട് അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. പിന്നെ ക്യാൻവാസ് ചെയ്യൽ അല്ലെ. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോട് പറയാണ് സ്കൂളിനെ പറ്റി, സ്കൂളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് അവരുടെ തന്റെ കുട്ടികളെ നല്ല സ്കൂളുകളിലേക്ക് ചേർക്കാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ് അല്ലെ. അതാണ് ക്യാൻവാസ്. പ്രൊപ്പഗണ്ടാസ് എന്താണ്? സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ. സ്കൂളുകളിലേക്ക് അക്കാദമിക് ആയിട്ടുള്ള ഈവന്റ്സുകൾ, അച്ചീവ്മെന്റ്സുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ പ്രചരിപ്പിക്കും അല്ലെ. ക്യാൻവാസിലൂടെ അവർ എന്ത് ചെയ്യുന്നു? അതൊക്കെ പറഞ്ഞ് അപ്പൊ പാരന്റ്സിന് എന്ത് തോന്നാം? അത് സ്കൂളാണ്, നല്ല റെപ്യൂട്ടേഷനുള്ള സ്കൂളാണ്, അപ്പൊ തന്റെ കുട്ടികളൊക്കെ ചേർക്കാം എന്നുള്ളൊരു തോന്നല് ആ പാരന്റ്സിൽ ഉണ്ടാക്കിയെടുക്കും. അതാണ് സത്യം പറഞ്ഞ എന്താണ് ഈ ക്യാൻവാസും പ്രൊപ്പഗണ്ടാസും കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറയാം കേട്ടോ. ചില ഭാഗങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ അത് പറഞ്ഞുതരാം. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, നോക്കാം. Most of the nursery schools with poor strength feel that. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. One 159. ചില ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, അങ്ങനെ നോക്കിയാലും മനസ്സിലാവില്ല. Yes, most of the nursery schools with the poor strength feel that they should make propagandas and canvas to get students. മിക്ക നഴ്സറി സ്കൂളിൽ അവരുടെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണത് ക്യാൻവാസ് ചെയ്യുക അല്ലെ. ക്യാൻവാസ് ചെയ്തിട്ടാണ് ഓരോ വീടുകളിൽ പോയി ക്യാൻവാസ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസിനെ പിക്ക് ഔട്ട് ചെയ്യുന്നത്. Then they do the advertisement work and employ the teaching staff to issue brochures and to go for door canvas to collect picker. എന്താണ് അവര് അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോഷർ കണ്ടിട്ടില്ലേ നിങ്ങളാ? കണ്ടിട്ടുണ്ട്. സ്കൂളിന്റെ പിക്ചർ, സ്കൂളിന്റെ അക്കാദമിക് ആയിട്ടുള്ള ഇവന്റ്സ്, അച്ചീവ്മെന്റ്സുകൾ, സ്കൂളിന്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്കൂളിന്റെ പിക്ചർ ഒക്കെ വെച്ചിട്ട് അല്ലെ, കുട്ടികളുടെ സ്റ്റാഫിന്റെ പിക്ചർ ഒക്കെ വെച്ചിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. അത് ബ്രോഷർ ഇങ്ങനെ 3 മടക്കിലായിരിക്കും ബ്രോഷർ എഴുതിയത്. ചെറിയൊരു നോട്ടീസ് വന്നു. അതൊക്കെ എന്താണ്? അതൊക്കെ ഓരോ വീടുകളിൽ പോയിട്ട് വളരെയധികം മനോവീര്യത്തോടു കൂടി ആയിരിക്കും ടീച്ചേഴ്സ് അത് കൊടുക്കുന്നത്. വീടെന്ന് ഉദ്ദേശിക്കുന്നത് വളരെയധികം അവരുടെ ഒരു കോൺഫിഡൻസോട് കൂടിയല്ലേ അത് അവതരിപ്പിച്ചാൽ മാത്രമായിരിക്കും ആ പാരന്റ്സ് അതില് എന്താണ് ഇൻട്രസ്റ്റഡ് ആവുന്നത്. അല്ലാതെ വെറുതെ നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരു സ്കൂളിനെ പറ്റി ഒരു ബ്രോഷർ കൊണ്ട് കൊടുത്താൽ അവര് കൊണ്ടുപോയി ചേർക്കോ സ്കൂളില്? ഇല്ല അല്ലെ. അതിനനുസരിച്ച് ടീച്ചേഴ്സ് പറയണം അല്ലെ.
ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് അല്ലെ അവർ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ട് വരും എങ്കിൽ മാത്രമേ തന്റെ കുട്ടികളെ അവിടെ ചേർക്കുള്ളൂ. ഓക്കെ. The strength of any school is not rising in multiples. It rises only in addition. ഓരോ സ്കൂളും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്കൂളുകൾ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കുട്ടികളുണ്ടാവണം. അല്ലെ, സ്റ്റുഡൻസിന്റെ ആ ഒരു എന്താണ് സ്ട്രെങ്ത് റൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്, അത് ഇൻക്രീസ് ചെയ്യണമെന്നാണ്. അല്ലാതെ സ്കൂളുകൾ ഒരുപാട് ഉണ്ടായിരുന്ന കാര്യമില്ല അല്ലെ, അവിടെ എന്ത് വേണം? കുട്ടികൾ ഉണ്ടായിരിക്കണം, ഉള്ള കുട്ടികളെ നിലനിർത്തി തന്നെ പോകണം. ഓക്കെ. So it says door canvassing is not giving strength, but sometimes it gives determinantal effect also. അപ്പൊ ഈ ഡോർ ക്യാൻവാസ് ടീച്ചേഴ്സ് എപ്പോഴും തന്നെ ഇങ്ങനെ വീടുകളിൽ പോയി കുട്ടികളെ ക്യാൻവാസ് ചെയ്താൽ മാത്രം കാര്യം നടക്കുമോ? സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമോ? എപ്പോഴും അങ്ങനെ സാധിക്കുമോ? ഇല്ല അല്ലെ. പിന്നെ എങ്ങനെയൊക്കെ സാധിക്കും? നല്ല ഫീഡ്ബാക്ക് മുന്നേ പഠിച്ച കുട്ടികളിൽ നിന്നുള്ള മാതാപിതാക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടണം. അന്നെങ്കിൽ മാത്രമേ പിള്ളേരും. ഞാൻ ചിലു പേര് കാണുന്നില്ല. ഓക്കെ, ചിലു. അപ്പൊ പഠിച്ച കുട്ടികളുടെ പഴയ സ്റ്റുഡൻസിന്റെ ലെവൽ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്സ്, അവരുടെ പാരന്റ്സിന്റെ ഫീഡ്ബാക്ക്, പിന്നെ സ്കൂളിൽ പരിസരത്തുള്ളവരല്ലേ നൈബർഹുഡിലുള്ള കുറച്ച് പീപ്പിൾസിന്റെ ഒക്കെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലെങ്കിൽ മീഡിയയിലോ അല്ലെങ്കിൽ കുട്ടികൾ തരത്തിലിപ്പോ ഫുട്ബോൾ ടീമിൽ ഏറ്റവും കൂടുതൽ നല്ല സ്കൂളിന്റെ ആരാണ് മൈക്ക് ഓൺ ആക്കിയിരിക്കുന്നത്? ആരാ? ഓക്കെ. ഇപ്പൊ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞത് മീഡിയയിൽ വരും അല്ലെ, മീഡിയയിൽ വരും, വീഡിയോസ് ഉണ്ടായിരിക്കും, പത്രത്തില് അതിനൊക്കെ ഒന്ന് കഴിയുമ്പോൾ എന്താണ് അതിനൊരു പബ്ലിസിറ്റി കിട്ടിയാണ് ആ സ്കൂളിൽ. അപ്പൊ എന്താണ് ടീച്ചേഴ്സിന്റെ ക്യാൻവാസിങ് അല്ലാതെ വഴി എന്താണ് ആ സ്കൂളിൽ ചേർക്കാനായിട്ട് പാരന്റ്സ് നിർബന്ധിതരാകുന്നത് അല്ലെ. കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. കുട്ടികൾ പറയുന്നത് എന്താണ്, എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നാണ്. അതിൽ ചിലപ്പോ ചേട്ടനോ ആരെങ്കിലും കസിൻസോ ബ്രദേഴ്സോ ഒക്കെ പഠിച്ചതായിരിക്കും. അപ്പൊ അവര് വന്ന് പറയും നല്ല സ്കൂളാണ്, ടീച്ചേഴ്സ് നല്ലതാണ്, നല്ല രീതിയിൽ പഠിപ്പിക്കും, നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും, എല്ലാ ഫെസിലിറ്റീസ് ഉള്ള സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് എല്ലാവർക്കും ഒരു ഇംപ്രഷൻ തോന്നും അല്ലെ. അപ്പൊ അങ്ങനെയും വന്ന് എന്താണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന പാരന്റ്സും. യെസ്. അപ്പൊ ക്യാൻവാസിന് മാത്രമല്ല, ക്യാൻവാസിക്ക് എപ്പോഴും ഇങ്ങനെ എഫക്റ്റീവ് ആണോന്നില്ല. യെസ്. Sometimes the prestige of the teacher cannot escape to avoid the campaigns with a prickly plan that will not only make the management mistake her, but also her co-teachers to think her think a clever person. In spite of avoiding, she can keep herself one among the others. ഇതിൽ മനസ്സിലായോ? അപ്പൊ വായിച്ച പാരഗ്രാഫ് വായിച്ചിട്ടൊന്ന് മനസ്സിലായതെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള മിസ്റ്റേക്ക് അവിടെയായിരുന്നു. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എന്താണ് ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ക്യാൻവാസിംഗ് ആണ് അല്ലെ. പോയി അഡ്മിഷൻ പോൾ വരാതിരിക്കാൻ വേണ്ടി, കുട്ടികൾ വരാൻ വേണ്ടി എന്താണ് എല്ലാ ടീച്ചേഴ്സും തന്നെ എന്താണ് പോകേണ്ടി വരും. പക്ഷെ ചിലരൊക്കെ എന്താണ് അതിൽ നിന്ന് പിന്മാറി നിൽക്കും. അതായത് എന്താണ് ചിലർക്കൊരു ബുദ്ധിമുട്ടാണോ? സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. എപ്പോഴും നമുക്കിത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോ വീടുകളിൽ പോയി അവരുടെ പാരന്റ്സിനോടൊക്കെ പറഞ്ഞ് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുള്ള അതിനൊരു ബുദ്ധിമുട്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും എത്രയോ വീടുകളിൽ പോയി ഇങ്ങനെ പാരന്റ്സിനെ കാണണം, നമുക്ക് ക്യാൻവാസ് ചെയ്ത് അവരുടെ ഇംപ്രഷൻസ് ഒക്കെ പിടിച്ചു പറ്റി കുട്ടികളെ ചേർക്കണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. ചില പേരന്റ്സ് ഇഷ്ടപ്പെടുകയില്ല ചെല്ലുമ്പോ. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഉണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെടാതെ ഫീൽ ചെയ്യുന്ന അത് കാണിക്കുമ്പോഴാണ് ചില ടീച്ചേഴ്സ് നമുക്ക് മനസ്സിലാവും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് പിന്നീട് അപ്പൊ അടുത്ത വീടുകളിൽ പോയി അന്വേഷിക്കാനുള്ള ഒരു ടീച്ചേഴ്സിന് ആ ഒരു ഇൻട്രസ്റ്റ് പോവുകയാണ് അല്ലെ. അപ്പൊ എന്താണ് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ പല ടീച്ചേഴ്സ് എന്താണ് അതിൽ നിന്ന് ചെയ്യാതെ മാറി നിൽക്കും. കുറച്ചുപേര് മാത്രം ഇറങ്ങുള്ളൂ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുപേര് വിട്ടു നിൽക്കും. അപ്പൊ എന്ന് കരുതി എന്താണ് മാനേജ്മെന്റിന് അതിന് ടീച്ചേഴ്സിനോട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ് എന്താണ് ടീച്ചേഴ്സ് എല്ലാവരും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് എന്താണ് prestige of the teacher cannot escape
or award these campaigns with a critical plan. അപ്പൊ ആർക്കും അതിൽ നിന്ന് പെട്ടെന്നൊന്നും ഒഴിവായി ഒന്നും പോകാനൊന്നും പറ്റില്ല. പക്ഷെ പല ടീച്ചേഴ്സിനും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. ചിലവരെന്തെങ്കിലുമൊക്കെ കള്ളത്തരമൊക്കെ പറഞ്ഞ്, കള്ളത്തരമായിരിക്കില്ല, പോകാനുള്ളൊരു മടി കൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മാനേജ്മെന്റ് ഒരിക്കലും എന്താണ് ടീച്ചേഴ്സിന് ഒരു മോശമായ ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും അതിനെ കാണില്ല. ടീച്ചർ എന്നുള്ള രീതിയിൽ എന്താണ് മറ്റു ടീച്ചേഴ്സിനും എന്താണ് ആ ടീച്ചറിനും മറ്റു ദേഷ്യങ്ങളോ എടുത്തിട്ടോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ആ ടീച്ചറിന് പറ്റിയില്ല, വരുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ മിക്ക ടീച്ചേഴ്സ് എന്താണ് ഇങ്ങനെ ക്യാൻവാസിന് പോയി മതിയാവുക എന്ന് പറയുന്ന മിക്ക സ്കൂളുകളും ഉണ്ട്. ചില സ്കൂളിൽ മാത്രം കുറച്ചുകൂടി എന്താണ് ഫീൽ ഫ്രീ ആയിരിക്കുള്ളൂ, ഫ്രീഡം ഉണ്ടായിരിക്കും വിട്ട് നിൽക്കുന്നതിന്. ചിലതിൽ എന്താണ് നിർബന്ധമായിട്ടും ടീച്ചേഴ്സ് കുട്ടികളെ ക്യാൻവാസിങ് ചെയ്യാനായിട്ട് പോകേണ്ടി വരുന്നതായിരിക്കും. ഓക്കെ, then in spite of awarding she can keep herself one among the others. എന്താണ് അപ്പൊ അങ്ങനെ പിടിക്കാൻ സ്കൂളുകളിൽ ക്യാൻവാസിന് പോയില്ല എന്നും പറഞ്ഞ് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും എന്താണ് ടീച്ചേഴ്സിന് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ കൂടി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ കേട്ടോ. ചില ടീച്ചർമാരും ചില സ്കൂളുകാര് കുറെ ചില ഭാഗങ്ങളിലേക്ക് കുറച്ച് ടീച്ചർമാരെ ഉണ്ടാക്കും, പിന്നെ വേറെ ഭാഗങ്ങളിലേക്ക് വേറെ ടീച്ചർമാരെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചില ടീച്ചേഴ്സ് അവർക്ക് പരിചയമുള്ള ഏരിയാസിൽ, ഇപ്പൊ അവരുടെ വീടിന്റെ അടുത്തുള്ള ഏരിയാസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചു പേരെങ്കിലും ഒന്ന് ചേർക്കും അല്ലെ, ടീച്ചറിന് അറിയാവുന്നത് കൊണ്ട് ചേർക്കും. ടീച്ചർ അവിടെ സ്കൂളിലുണ്ട്, അപ്പൊ എന്തായാലും അവർക്ക് ഒരു അഷുറൻസ് ആണത് ടീച്ചർ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ചേർക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രം ഒരു ടീച്ചർ പോകുന്നത്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ചിലപ്പോൾ മാറി വരും, ടീച്ചേഴ്സ് മാറും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, യെസ്, അങ്ങനെ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. Then ഈ ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ആദ്യത്തെ പോയിന്റ് മാത്രം നമുക്ക് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് പോയിന്റ് ആണോ ടീച്ചറെ പറയാൻ പോണത്? പോയിന്റ് ആണ്, നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടി തന്നതാണ്. അത് നോട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും അതാണോ ഇതാണോ എളുപ്പം കേട്ടോ. ഓക്കെ ടീച്ചർ. ക്യാൻവാസിംഗ് ഇതൊക്കെയാണ്. ഇൻഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, നെഗറ്റീവ് ക്യാൻവാസിംഗ് ഉണ്ട്. ആ ഇൻഡോർ ക്യാൻവാസിംഗ് നിങ്ങൾ മനസ്സിലാക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയോ ഒന്ന്. Giving good education to the present students, continuing discipline strictly, caution and girls. ഇതിന് ക്ലിയർ ആയോ? ക്ലിയർ ആയോ പിള്ളേരെ? ഗുഡ് എഡ്യൂക്കേഷന് ഡിസിപ്ലിൻ വേണമെന്ന് കുട്ടികളുടെ. ഇപ്പൊ നിലവിലുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ അല്ല, സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ക്ലിയർ അല്ല. ടീച്ചർ എനിക്ക് തോന്നുന്നത് ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് ഇൻഡോർ വെച്ചാൽ ക്യാൻവാസിംഗ് പുറത്തുള്ള എനിക്ക് മനസ്സിലായി. ലതീഷ പറയാൻ പോകുന്നത് ഇൻഡോർ ക്യാൻവാസിംഗ് സ്കൂളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ലതീഷ പറയാൻ പോയത്. അതെ, അതായത് നമ്മുടെ ആവശ്യമായിട്ട് വന്ന് വേണമെന്ന് വിചാരിച്ച ഇൻഡോറിൽ ഉള്ള കുട്ടികള്, വരുന്ന കുട്ടികളില്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മനസ്സിലാവും അല്ലെ? അതെ, സ്റ്റുഡൻസ് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ അതെ. നമ്മോട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തമായ സെന്റൻസിൽ അവിടെ കൊടുത്തിട്ടില്ല. ഇൻഡോർ വാട്ട് ഈസ് ഇൻഡോർ ക്യാൻവാസിംഗ് അവിടെ വ്യക്തമായി വന്നിട്ടില്ല. ഓക്കെ, അതിപ്പോ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് പറയട്ടെ. The first type of canvassing is called door-to-door canvassing. അപ്പൊ അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? door-to-door canvassing ആണ്. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ, ഒരു വീടുകളിൽ പോയിട്ട് പാരന്റ്സിനെ എന്താണ് നമ്മൾ നേരിട്ട് ക്യാൻവാസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഫസ്റ്റത്തേത് അല്ലെ, door-to-door canvassing. അത് നമ്മൾ ലൈൻ ചെയ്തിട്ടേക്കാം. First type of canvassing is called door-to-door canvassing. എന്താണ് നമ്മുടെ അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലെ. ഒരു എന്താണ് സ്കൂളിന്റെ ഫസ്റ്റ് ഇയറിലായിരിക്കും അല്ല, അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടായിരിക്കും എന്ത് നമ്മൾ ആദ്യം പോയി ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്, സ്കൂളിനെ പറ്റിയുള്ള ക്യാൻവാസിംഗ് നടത്തുന്നത്. To introduce the school in the first years, we may take this kind of canvassing. Okay, ഏത് സമയത്താണ് നമ്മൾ ഈ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് നടത്തുന്നത്? ഏത് സമയത്താണ്?
അക്കാദമിക് ഇയർ ഇയർ മുമ്പ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇയർ തുടങ്ങുന്നതിന്റെ മുമ്പ്. തുടങ്ങുന്നതിന് മുമ്പായിട്ട്. Thereafter, door-to-door canvassing will lose the notoriety of the school. എന്താണ് door-to-door canvassing will lose the notoriety of the school എന്ന് പറഞ്ഞാൽ what is notoriety? പ്രശസ്തി അല്ലേ? പ്രസിദ്ധി അല്ലേ? അതെന്താ അവിടെ പറയുന്നത്? ഡോർ ടു ഡോർ ക്യാൻവാസിംഗിൽ സ്കൂളിന്റെ പ്രശസ്തി പ്രശസ്തി ഉയർത്താനായിട്ട് സാധിക്കും അല്ലെ? കാരണം എന്താണ്, അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് അതിനെപ്പറ്റി സ്കൂളിന്റെ കാര്യങ്ങൾ വന്ന് നേരിട്ട് അവതരിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു നല്ലൊരു രീതിയിലുള്ള ഒരു ക്യാൻവാസിംഗ് ആണ് ഇത്, ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെ? ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്താണ് നല്ലൊരു രീതി തന്നെയാണ്. Wall posters, notice, advertisement and propaganda. This kind of advertisement will be also be business type. This is not giving a successful result. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ടൈപ്പ് ആണ് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ്. സെക്കൻഡ് ടൈപ്പ് ആണ് എന്ത്? ബിസിനസ് ടൈപ്പ് ക്യാൻവാസിംഗ് അല്ലെ? ബിസിനസ് ടൈപ്പ് എന്തൊക്കെയാണ് വരുന്നത്? വാൾ പോസ്റ്റേഴ്സ് അല്ലെ? നമ്മള് സ്കൂളുമായി ബന്ധപ്പെട്ട വാൾ പോസ്റ്റേഴ്സുകൾ സംഘടിപ്പിക്കുന്നു, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്സ്, പ്രൊപ്പഗണ്ടാസ്, ഇത്തരം കാര്യങ്ങളായിരിക്കും എന്ത് ഒരു ബിസിനസ് ടൈപ്പില്, അതായത് ബിസിനസിന് വേണ്ടിയിട്ട് സ്കൂളിന്റെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അല്ലെ? ദിസ് ഇസ് നോട്ട് ഗിവ് എ സക്സസ്ഫുൾ റിസൾട്ട്. കുറച്ചു പേര് ചേർക്കുമായിരിക്കും അല്ലെ? അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് കുറച്ചു പേര് ചേർക്കായിരിക്കും. എന്തെങ്കിലും അല്ലാത്ത പക്ഷം എന്താണ്, ചിലര് ആ ഒരു അഡ്വർടൈസ്മെന്റ് അല്ല ചിലപ്പോൾ കണ്ടെന്ന് പോലും ഉണ്ടായിരിക്കില്ല. ആ പരസ്യം ചിലപ്പോ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പരസ്യം ആള് കണ്ടെന്ന് പോലും ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താണ് അതിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറച്ചുകൂടി ബെറ്റർ എന്ന് വെച്ചാൽ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് തന്നെയായിരിക്കും. ഇപ്പൊ രണ്ട് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണുള്ളത്. എന്താണ്? ഡോർ ടു ഡോർ, ബിസിനസ് ടൈപ്പ് ക്യാൻവാസിംഗ്. ഓക്കെ, പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇൻഡോർ ക്യാൻവാസിംഗ്. ഇൻഡോർ ക്യാൻവാസിംഗ് നോട്ട് ചെയ്യാം കേട്ടോ. In school refers to refers REFERS. In school refers to the process of gathering information. In school, ഫസ്റ്റ് മുതൽ ഒന്നും കൂടി പറയോ? എന്റെ നെറ്റ് ഒന്ന്. sorry, വ്യത്യാസമുണ്ട്. In a school refers to ഇത് നോട്ട് തരാനൊക്കെ നിന്നാൽ ചിലപ്പോ അവര് തരാൻ വിട്ടുപോയാൽ പിന്നെ നിങ്ങളത് ഞാനും നിങ്ങളൊക്കെ മറന്നു. അതുകൊണ്ട് എനിക്ക് തരാതല്ല. A school refers to the process of കുറെ ഇപ്പൊ ക്ലാസ് വേഗം എഴുതാനൊക്കെ പഠിച്ചിട്ടില്ല നമ്മള്. പെട്ടെന്ന് ഇപ്പൊ പറയുന്നതൊക്കെ വേഗം എഴുതിയെടുക്കണം. ഇത്രയും ക്ലാസ്സുകളായില്ലേ? Refers to the process of gathering information. Gathering, GATHERING, gathering information. Gathering information, comma, gathering information, comma, opinion or feedback. Opinion or feedback. Opinion or feedback from students. Opinion or feedback from students, comma, teachers, students, comma, teachers, or staff members, or staff members within the school premises, within the
WITHIN, within the school premises. School premises. PREMISES, premises. Within the school premises. Within the school premises. ഒന്നുകൂടി വായിക്കാം. In a school refers to the process of gathering information, opinion or feedback from students, teachers or staff members within the school premises. Within the school premises. എഴുതിയോ? എഴുതി മിസ്സേ. Yes. ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് അവിടെ പറയുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. എന്താണ് ഇൻഡോർ ക്യാൻവാസിംഗ് എന്നാണ് പറയുന്നത് അല്ലെ? എന്ത് പ്രോസസ് ആണെന്നാണ് പറയുന്നത്? സ്കൂളിന്റെ അകത്ത് കൊടുക്കുന്ന ക്യാൻവാസിംഗ് ആണ് അല്ലെ? പ്രത്യേകിച്ച് ടീച്ചേഴ്സ് കുട്ടികളോട് നേരിട്ട് പറയുന്നത് അല്ലെ? ക്ലാസ് റൂമിൽ തന്നെ. അപ്പൊ ക്ലാസ് റൂമിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സർവേ ഒക്കെ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ക്ലാസ് റൂം വിസിറ്റ് ചെയ്തിട്ട് ടീച്ചേഴ്സ് എന്ന് പറയും ക്യാൻവാസിംഗ് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറയിപ്പിച്ച് എന്ത് ചെയ്യും? എങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂളിലെ ആക്ടിവിറ്റീസ്, ഇത് നിങ്ങൾ പാരന്റ്സിനോട് പറയണം, മറ്റു കുട്ടികളോട് അറിയിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ക്യാൻവാസ് ചെയ്യും അല്ലെ? സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് അല്ലെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ടീച്ചർ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഒരു ക്ലാസ് തന്നെ കൊടുക്കും അല്ലെ? സ്കൂളിന്റെ ആക്ടിവിറ്റീസ്, അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, സ്കൂളിന്റെ അക്കാദമിക് കരിയർ എങ്ങനെയാണ്, എന്തൊക്കെ പുതിയ തരത്തിലുള്ള ക്ലാസ്സുകളോട് അവൈലബിൾ ആണ്, എത്ര സ്റ്റാഫുകൾ ഉണ്ട്, എത്ര രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവിടെ, ചെറിയ രീതിയിൽ ഫീസുകൾ ഉണ്ട്, അല്ലെങ്കിൽ യൂണിഫോംസിന്റെ കാര്യങ്ങള്, ബുക്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആണെങ്കിൽ അതൊക്കെ, അങ്ങനെയുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് ടീച്ചേഴ്സ് ക്ലാസ്സിനകത്ത് വെച്ച് തന്നെ എന്താണ് വിത്തിൻ ദ സ്കൂൾ പ്രിമൈസ് എന്ന് വെച്ചാൽ സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെ എന്താണ് അതിനെ കുറിച്ച് ക്യാൻവാസിങ് ചെയ്യും അല്ലെ? അതാണ് ഇൻഡോർ ക്യാൻവാസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഇപ്പൊ തന്ന സെന്റൻസുകള് എന്താണെന്ന് പോരാത്ത വർത്തമാനം എന്താന്നിരിക്കാണല്ലോ. ക്ലിയർ അല്ലേ ഇൻഡോർ ക്യാൻവാസിങ്? ക്ലിയർ ആയി മിസ്സേ. ഇനി നെഗറ്റീവ് ക്യാൻവാസിങ് എന്താന്ന് നോക്കാം. നെഗറ്റീവ് ക്യാൻവാസിങ് ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിങ് ടു അഡ്വേഴ്സ് അഡ്മിഷൻ. ദിസ് ഇയർ വിൽ ഫെച്ച് you multiplies of admission in this future. Admissions coming in January are called the cheating admission. അവിടെ തന്നെ എഴുതി ചേർക്കുക നെഗറ്റീവ് അഡ്മിഷൻ ക്യാൻവാസിങ് എന്താണെന്ന്. ഇൻ എ സ്കൂൾ സെറ്റിംഗ്സ് നോട്ട് ചെയ്യാട്ടോ. ഇൻ എ സ്കൂൾ സെറ്റിംഗ്സ് സെറ്റിംഗ്സ് എന്നാണോ മിസ്സേ? settings refers to the a school settings refers to the act of in a school setting refers to the act of spreading unfavorable or misleading information
misleading information, misleading information, misleading information about someone, about someone, about someone, usually USALLY, usually a teacher, comma, student, a teacher, comma, student, comma, or staff member, or staff member, or staff member, staff member, in order to, in order to, INORDER, in order to, TO, in order to damage, 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 their, damage their, 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 damage their reputations, reputation, damage their reputation, damage their reputation. വായിക്കാം ഒന്ന് നോക്കാട്ടോ. In a school setting refers to the act of spreading unfavorable or misleading information about someone, usually a teacher, students, or staff members, in order to damage their reputation. എന്താണ് ഇപ്പൊ നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് അതിൽ മനസ്സിലാവുന്നത്? സ്കൂളിലെ സ്റ്റാഫോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുട്ടികളോ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂളിനെ ബാധിക്കുമല്ലോ. അങ്ങനെയാണോ പറയുന്നത്? അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് പ്രചരിപ്പിക്കാതിരിക്കും. യെസ്, വെരി ഗുഡ് അല്ലെ. ഒരു സ്കൂൾ സെറ്റിംഗിൽ പ്രത്യേകിച്ച് അൺഫേവറബിൾ എന്ന് വെച്ചാൽ എന്താ? അൺഫേവറബിൾ നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫേവറബിൾ അല്ലാത്ത കാര്യങ്ങൾ അല്ലെ. മിസ്ലീഡിങ് ഇൻഫർമേഷൻ, ഒരു കൃത്യമായ ഇൻഫർമേഷൻ എന്താണ്? മോശമായിട്ട് അവതരിപ്പിക്കുകയാണ് അല്ലെ. ആരെയൊക്കെ കുറിച്ച്? പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ പറ്റി, സ്റ്റുഡൻസിനെ, മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനെ ഒക്കെ പറ്റി എന്താണ്? മോശമായ രീതിയിൽ മിസ്ലീഡിങ് ഇൻഫോർമേഷൻസ്, അനുയോജ്യമല്ലാത്ത രീതിയിൽ മോശമായ അഭിപ്രായങ്ങൾ പറയാം അല്ലെ. അപ്പൊ എന്താണ്? അത് ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കും അത് ബാധിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ വരുന്നത്? അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. യെസ്, ബാക്കിയുള്ളവരല്ലേ? ഒരാൾക്ക് മാത്രം മനസ്സിലായുള്ളൂ? മനസ്സിലായി. ഒന്ന് പറയാം കേട്ടോ. മനസ്സിലായി ടീച്ചർ. നിങ്ങൾക്ക് അത് എളുപ്പമാവാൻ വേണ്ടി അങ്ങനെ എഴുതി തന്നോളൂ. മറ്റത് വായിച്ചു കഴിഞ്ഞാൽ എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. മനസ്സിലായി മിസ്സേ. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ക്യാൻവാസിക്ക് നമ്മൾ എത്രയാണ്? അപ്പൊ 4 തരം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം പറഞ്ഞതിൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. എന്താണ്? 4 ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഒന്ന് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ്, ബിസിനസ് ടൈപ്പ് ക്യാൻവാസിംഗ്, ഇൻഡോർ ക്യാൻവാസിംഗ് ആൻഡ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. അങ്ങനെ 4 ടൈപ്സ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ക്ലിയർ? ക്ലിയർ മിസ്. യെസ്, premises and building maintenance, premises and building maintenance. മിസ് ഞാൻ ചോദിക്കട്ടെ? അതിൽ നമ്മള് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞില്ലേ?
അപ്പൊ നമ്മൾ ഓരോ വീടുകളിൽ ചെന്നിട്ട് കുട്ടികളെ പാരന്റ്സിനെ ക്യാൻവാസ് ചെയ്യുന്നു. ആ അപ്പൊ സ്കൂളിലത്തെ ടീച്ചേഴ്സിനെ എങ്ങനെ അറിയാം വീട്ടില് കുട്ടികളുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റാ? അന്വേഷിച്ച് പിടിക്കും എത്ര വീടുകളിലെ കുട്ടികളുണ്ടോ അവരൊക്കെ ആദ്യം ഒരു ഇൻഫർമേഷൻ കണ്ടെത്തിയതിനു ശേഷമാണ് ആ വീടുകളിലേക്ക് ചെല്ലുന്നത്. അല്ലാതെ അപ്പൊ ആ എനിക്ക് അല്ല മനസ്സിലായി. അപ്പൊ ഒരു പുതിയ സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് അവർക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ. മുന്നുള്ള ആ സ്കൂളാണെങ്കിൽ PTA സ്റ്റുഡൻസിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ പുതിയതായിട്ട് തുടങ്ങുമ്പോ ഈ ഡോർ ടു ഡോർ ക്യാൻവാസിങ് പറ്റുമോ? പുതിയതായിട്ട് കുറെയൊക്കെ പറ്റും, ഫുൾ ആയിട്ടൊന്നുമല്ല. ആദ്യം ബിസിനസ് ടൈപ്പിൽ കൊടുക്കും, പിന്നെ അടുത്തുള്ള പരിസര പ്രദേശങ്ങളിലുള്ള മിക്ക വീടുകളിലും അവരെന്തായാലും പോയി അന്വേഷിച്ച് അതിനുശേഷം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ ആദ്യം അന്വേഷിക്കും. ഇപ്പൊ ടീച്ചേഴ്സ് അല്ല ആദ്യം ഇന്ന വീടുകളിൽ കുട്ടികളുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ അവിടെ പരിസരത്തുള്ളവരുടെ ആയിരിക്കുമല്ലോ, അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കുറെ പേരുണ്ട്. അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് അവർ ആദ്യം പോയി പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഒരു വീട്ടിൽ ചെന്ന ഒരു കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കില്ല. എന്താ അതെന്റെ സംശയമായിരുന്നു. നിശ്ചയം അതുപോലെ തന്നെ അങ്കണവാടികളിൽ ചെന്നിട്ട് അന്വേഷിക്കും. ആ പുതിയ സ്കൂൾ തുടങ്ങണേക്ക് മുമ്പ് എന്തായാലും ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇത്രയോ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ആദ്യം അവര് എന്തായാലും ഓർഡർ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്ര സ്റ്റുഡൻസ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടാവും. അതിന് ശേഷം ഒരിക്കലും ഈ എണ്ണം തികയാതെ വരുന്ന സമയത്ത് മാത്രമായിരിക്കും പിന്നെ ഒരു കാൻവാസിന് അവർ പോകുന്നത്. ഓക്കെ, അല്ലാതെ സ്കൂൾ തുടങ്ങി കഴിയുമ്പോൾ കുട്ടികളെ പിടിക്കാനായിട്ട് പോകില്ല. ഓക്കെ, ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചേ? യെസ്. Then premises and building maintenance. അപ്പൊ സ്കൂൾ പരിസരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. എന്തൊക്കെയാണ്? The school premises consist of എന്തൊക്കെയാണ്? സ്കൂൾ പ്രിമൈസസ് എന്ന് വെച്ചാൽ സ്കൂൾ പരിസരം എന്നാണ് കേട്ടോ. പരിസരത്തിനെയാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഒരു സ്കൂൾ പരിസരത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? മെയിൻ ബിൽഡിങ്സ് ഉണ്ട്, ഷെഡ്സ് ഉണ്ട്, ഷെഡുകൾ അല്ലെ, ഷെഡുകൾ ഉണ്ടായിരിക്കും, ടെമ്പററി ബിൽഡിങ്സ് ഉണ്ടായിരിക്കും, ടോയ്ലറ്റ്സ് and urinals, and water tanks and water sources. പിന്നെന്താണ്? വരാന്താസ് അല്ലെ, വരാന്തകൾ ഉണ്ടാവും. വരാന്തന് ഇംഗ്ലീഷിന് വരാന്ത എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, അങ്ങനെ തന്നെ എഴുതണം. ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്. ചിലസില് നമ്മൾ കോറിഡോർസ് എന്ന് എഴുതാറുണ്ട് അല്ലെ, വരാന്തയ്ക്ക് പകരം നമ്മൾ എന്താ കോറിഡോർ എന്ന് കണ്ടിട്ടില്ലേ? കോറിഡോർസ്, ഇടനാഴികള്. കണ്ടിട്ടുണ്ട്. എന്റെ പിള്ളേരെ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താണ്? മുന്നേയാണോ ഇനി ഭക്ഷണം കഴിക്കാണ്ടാണോ കയറിയിരിക്കുന്നത് ക്ലാസ്സിലെ? നിങ്ങളുടെ ബാക്കോട്ട് പോയിട്ടോ നിങ്ങള്? എനിക്ക് തോന്നുന്നു MP6 ഞങ്ങൾ പൊക്കി പറഞ്ഞ് നിങ്ങൾക്ക് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കാം. പെട്ടെന്നില്ലേ പോയാലും സ്ട്രെങ്ത്തും കുറവാണ് ക്ലാസ്സിൽ കയറുന്ന കുട്ടികളുടെ. എവിടെ പോയി എല്ലാവരും? അറിയില്ല. ക്ലാസ് മനസ്സിലാവാനിട്ടാണോ ബോറടിച്ചിട്ടാണോ അങ്ങനെ ഉണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ഉണ്ടാതിരുന്നാൽ ഞാനങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ സൈക്കോളജി ചാപ്റ്റർ തീർത്ത് എങ്ങനെയാണെന്ന് ക്ലാസ്സിൽ കയറി എനിക്ക് അറിയാൻ പറ്റും. സൈക്കോളജി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആരും മിണ്ടുണ്ടായിരുന്നില്ല, യൂണിറ്റ് 6 എടുക്കുന്ന സമയത്ത്. അപ്പൊ ഞാനതങ്ങ് ഫുള്ളായിട്ട് എടുത്തു, കംപ്ലീറ്റ് ചെയ്തു. ആരും മിണ്ടിയില്ല. അപ്പൊ എന്റെ പോർഷൻ തരും. കുറെ പേരൊന്നും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ മിണ്ടായിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ സ്കൂൾ പരിസരത്ത് എന്തൊക്കെ ഉണ്ടാവും? ബിൽഡിങ്സ്, ഷെഡ്സ്, ടെമ്പററി ബിൽഡിങ്സ്, ടോയ്ലറ്റ്സ്, ദെൻ വാട്ടർ സോഴ്സസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത്സ് എക്സെട്ര. അങ്ങനെ എനിക്ക് ഒരു സ്കൂൾ പരിസരം എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഒരു ഇമാജിൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ? സ്കൂൾ പരിസരം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഓക്കെ, എല്ലാവരും അവരവരുടെ ചിന്തിച്ച് അവരവർ പഠിച്ച സ്കൂളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ? Okay, as far as the building is concerned, teachers cannot think of doing the construction work like leaking, cracking, damages or something like this. She should pass on the information to her higher authorities and under or make her reminder periodically. അപ്പോ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂൾ പരിസരത്തില്
ഏതെങ്കിലും ഒരു ഡിവൈസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമഗ്രികൾക്ക് എന്താണ് എന്തെങ്കിലും മെറ്റീരിയൽസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഹയർ അതോറിറ്റീസിന് എത്രയും പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടതാണ് അല്ലെ. പിന്നെ ബിൽഡിങ് ഇത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് വീഴാറായിരിക്കുന്നത്, എന്തെങ്കിലും അപാകതകളോ തകരാറുകളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹയർ അതോറിറ്റീസിന് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സ്കൂളിൽ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം എന്താണ്, നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു മാനേജ്മെന്റിൽ എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നില്ല. പിന്നീട് എന്താണ് അതിങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഒന്നോ രണ്ടോ വട്ടം നമ്മൾ പറഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ വിട്ടുപോവാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും വീണ്ടും അതൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് അത് ചെയ്തു തീർക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കുട്ടികളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ കുട്ടികളെ ചുറ്റിപ്പറ്റി ഉണ്ടായെന്ന് വരാം. Okay. Yes. But she should not insist on the management daily or whenever she sees them which will annoy them. എന്താണ് ഇൻസിസ്റ്റ് ഓൺ ദ മാനേജ്മെന്റ് ഡെയിലി. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ കണ്ടതിന് ശേഷം ടീച്ചേഴ്സ് എന്താണ് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ എന്താണ് വരുന്നത്? എന്ത് വരുന്നു? റിപ്പോർട്ടൊന്നും ചെയ്തില്ലെങ്കിൽ മാനേജ്മെന്റ് അത് അറിയൂല, അതിനുള്ള പരിഹാരം എടുക്കൂല, പിന്നെ ഓരോരോ കുട്ടികൾക്ക് വീഴ്ച പറ്റും. അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലല്ലേ. ഓക്കെ, എന്താ പറയുന്നത്, അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയില്ല എങ്കിൽ അല്ലെ വൻ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെന്താണ്, ടീച്ചറിനെ സംബന്ധിച്ചൊന്നും ടീച്ചറിന് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ടീച്ചറാണ് അത് കണ്ടെത്തിയതെങ്കിൽ തന്നെ എന്താണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആക്കാതെ എന്തായാലും നമുക്കതിലൊരു എന്താണ് തൃപ്തി ഉണ്ടായിരിക്കില്ല. അപ്പൊ അതും എന്താണ് നമ്മൾ ഒന്നോ രണ്ടോ വട്ടം തന്നെ മാനേജ്മെന്റിന് അത് വീണ്ടും വീണ്ടും എന്താണ് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയേണ്ടി വരും. ഓക്കെ, എന്തെങ്കിലും ഡിലേ വന്നേക്കാം എങ്കിലും എന്താണ് മാനേജ്മെന്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് തന്നെ ഡെയിലി അതൊരു എന്താണ് അത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അവരോട് അവതരിപ്പിച്ചിരിക്കണം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം if she happens to see any students scribbling on the wall, making edges to the building, walking in the restricted areas, plucking the leaves and flowers, she should check that student under the guidance of management. Teachers can jointly celebrate a day as cleaning day, in which students are engaged on the cleaning work under the supervision of the teacher and also with the aid of the sub-teacher. എന്താ പറയുന്നത്, അപ്പൊ നമ്മൾ സ്കൂൾ പരിസരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്, എന്തെങ്കിലും തരത്തിൽ സ്കൂൾ ബിൽഡിംഗ്സിൽ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എത്രയും പെട്ടെന്ന് ഹയർ അതോറിറ്റിയെ ബന്ധപ്പെടണം എന്നാണ് പറയുന്നത്. അവരെ അറിയിക്കുക, അതിന്റെ മെയിൻ്റെനൻസ് അതിനനുസരിച്ച് ചെയ്യുക. പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്താണ്, സെയിം ടൈമിൽ സ്കൂൾ കുട്ടികൾ എന്താണ് വാളിലൊക്കെ എന്ത് ചെയ്യും, സ്കൂൾ വാളുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്ത് ചെയ്യും, ചിത്രങ്ങൾ വാളൊക്കെ ചിലപ്പോൾ കുത്തി നശിപ്പിക്കുക, പെൻസിലോ കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ് ചെടികളും വിലകളൊക്കെ പറിച്ചു കളയും അല്ലെ. ദെൻ റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ അതിൽ കൂടി നടക്കാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി പോകരുതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഏരിയാസിൽ കൂടി എന്താണ് കുട്ടികൾ ചിലപ്പോൾ നടന്നിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, ടീച്ചേഴ്സ് എത്രയും പെട്ടെന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ കൂടി ഒരിക്കൽ പോലും എന്താണ് കുട്ടികളെ അതുവഴി നടത്തിക്കാൻ പാടില്ല, എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായെന്ന് വരും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് should check the student under the guidance of the management. Teachers can jointly celebrate a day as cleaning day. അപ്പൊ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, വളരെയധികം ചെടിയൊക്കെ പറിച്ച് അല്ലെങ്കിൽ കോളൊക്കെ നശിപ്പിക്കുന്ന ഒരു കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ക്ലീനിങ് ഡേ ആണോ സെലിബ്രേറ്റ് ചെയ്യണം അല്ലെ. കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി ആ ഒരു പരിസരം വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം, ഒരു ക്ലീനിങ് ഡേ സംഘടിപ്പിക്കണം. ടീച്ചേഴ്സ് എല്ലാവരും കൂടി കുട്ടികളെ കൊണ്ട് വേസ്റ്റസ് ഒക്കെ ക്ലീൻ ചെയ്യിക്കുക, റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ പ്രത്യേകമായിട്ടൊരു ബോർഡൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് ആ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ കുട്ടികളിൽ അത് ചെയ്യാൻ പിന്നീട് അത് ചെയ്യാനായിട്ട് ഇന്ന ദിവസം അതൊരു ക്ലീനിങ് ഡേ ആയിട്ട് ആചരിക്കും. ഇപ്പൊ ഫ്രൈഡേ ആവുമ്പോൾ എന്താണ് എല്ലാവരും ക്ലീൻ ചെയ്യണം, ഇന്ന ടൈം മുതൽ ഈ ടൈം വരെ എന്താണ് ക്ലീനിങ് പദ്ധതി അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ. ക്ലീനിങ് പ്രോഗ്രാമിനുള്ള ഒരു ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ഒരു ടീച്ചർ അത് ഹാൻഡിൽ ചെയ്യും, മറ്റു കുട്ടികൾ അത് ചെയ്യും.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സ്കൂൾ പരിസരം വളരെയധികം എന്താണ് വൃത്തിയായിട്ട് എടുക്കുക അല്ലെ, നല്ലൊരു എൻവയോൺമെന്റ് അവിടെ തന്നെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, in which students are engaged to the cleaning work under the supervision of the teachers and also with the aid of the sub teachers. അപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കണം എന്താ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്കും അതേപോലെ തന്നെ ആ ശുചിത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നല്ല വായു ശ്വസിക്കുന്നതിന്, നല്ല പരിസരത്തിരിക്കുന്ന, നല്ല ക്ലാസ് റൂമിലൊക്കെ ചെയ്യാനൊക്കെ, ക്ലാസ് റൂമിലൊക്കെ ഇരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. നല്ലൊരു ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ക്ലാസ് റൂമുകൾ ഞാനൊക്കെ 7th 8th പഠിക്കുമ്പോ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോരുത്തർക്ക് ബാത്റൂം ക്ലീനിങ്, പിന്നെ അവിടുത്തെ ചപ്പ് ചവറുകളൊക്കെ പെറുക്കുക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. നിങ്ങള് സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ക്ലാസ് വളരെയധികം വൃത്തികേടായിട്ടാണ് കിടക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കിട്ടുന്ന സമയം കൊണ്ട് അല്ലെ, ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, കുട്ടികളെ നിങ്ങൾ ആദ്യം ചെയ്തു കൊടുക്കണം. നമ്മൾക്ക് ക്ലാസ് റൂം ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പൊ അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യാം, അവരും കൂടെ ചെയ്യും. പിന്നീട് അങ്ങോട്ട് 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ, പിന്നീട് അവർ അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഓക്കെ, യെസ്. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് എന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ്സ് മെയിൻ്റെനൻസ് ക്ലിയർ ആണല്ലോ? വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, അത് മനസ്സിലായില്ലേ? യെസ്. അപ്പോ നാളെ ഫിസിക്സ് ടീച്ചർ തന്നെയായിരിക്കും എടുക്കുന്നത് കേട്ടോ. എന്റെ ഒരു പീരീഡ് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ ഉച്ചയ്ക്ക് ടീച്ചർ തന്നെയായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കൂടി എടുക്കണം, ഓഫീസ് മാനേജ്മെന്റ് നാളെ എടുക്കാം. നാളെ ഏത് മിസ്സാണ്? ഞാൻ തന്നെയാണ്. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. മിസ്സേ ഒരു കാര്യം കൂടി, അപ്പൊ ഇനി മുതൽ മിസ്സാണോ? വ്യാഴം വെള്ളി മിസ് അല്ല, നാളത്തേക്ക് ഒരു ചേഞ്ച് ഉണ്ട്. കാരണം ട്യൂസ്ഡേ അശ്വതി മിസ് അല്ലേ എന്റെ ക്ലാസ് എടുത്തത്? അതെ. അപ്പൊ അത് നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് എന്ന വിഭാഗമില്ലേ, അതൊരു എളുപ്പമാണത്. അത് നാളെ ഇരുന്ന് നോക്കിയിട്ട് നാളെ ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിക്കണം. എങ്ങനെയാണ് സ്കൂളിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓക്കെ, അത് വായിക്കുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു 5 പേരെങ്കിലും ക്ലാസ് അവതരിപ്പിക്കണം കേട്ടോ. ഈ ടെക്സ്റ്റിൽ ഇപ്പൊ മിസ് എടുക്കുന്ന പോലെ ഞങ്ങൾ കുറച്ച് പേര് എടുക്കും. ഞാൻ എടുക്കുന്ന പോലെ അല്ല, സ്കൂളിൽ എടുക്കുന്ന പോലെ എടുക്കണം കേട്ടോ. ഓക്കെ. എടോ, ഈ പേരിന്റെ അർത്ഥം എന്താണ്? ജിസ്മുൽ ഫർസാന എന്ന് പറഞ്ഞാല് അറബിയില് ഒരു പേരാണ്. അറബിയിൽ വരുന്നത് ജിസ്മു എന്ന് പറഞ്ഞ തടിയാണ്, ഫർസാന എന്ന് പറഞ്ഞ കുതിര എന്നാണ്. അർത്ഥം നോക്കാൻ പറ്റാതെ തടി, മരം, തടി എന്നൊക്കെ. കുതിര എന്നാണ്. രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ സ്ട്രോങ് എന്നായിരിക്കും അതിന്റെ മീനിങ്. വളരെയധികം ശക്തിയുള്ള ആള്. ഗൾഫിലായിരിക്കുമ്പോ അവിടുന്ന് ഇട്ട പേരാണ്. നല്ല പേര് കേട്ടിട്ടില്ല. എനിക്കിഷ്ടല്ല. നല്ല പേരാ. വീട്ടിലെന്താ വിളിക്കുന്നപ്പോ? റിൻഡു. അപ്പൊ കേട്ടോ, ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് 2-3 പ്രാവശ്യം വായിക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതൊന്ന് നോട്ടിലേക്ക് ഒന്ന് എഴുതുക. ഒരു ആക്ടിവിറ്റി എന്ന നിലയിൽ ഒന്ന് എഴുതിയിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വായിക്കുക. വളരെ എളുപ്പമാണോ? പ്രത്യേകിച്ച് അതൊന്നുമില്ല, എന്തെങ്കിലും തിരക്കില്ല എന്നൊക്കെ നമ്മളാണ് ആക്ടിവിറ്റി കേട്ടോ. ക്ലാസ്സിൽ ആരും സംസാരിക്കാത്തോണ്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി തന്നതാ. അല്ല, അതൊന്നല്ല. ഇത് കുറെ പേര് ഇപ്പൊ 25 പേരായി ക്ലാസ്സിൽ ഇടയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ട്, കാണുന്നുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ല, എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുള്ളൂ. പഠിപ്പിക്കുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണോ, ബോറടിച്ചിട്ടാണോ, ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ എന്നാണെന്ന് നമുക്കറിയില്ലല്ലോ. റേഞ്ച് കുറവായിട്ടാ മിസ്. നല്ലൊരു കാരണം. അതായിട്ടാണോ പറഞ്ഞത്? ക്ലാസ്സിലില്ലല്ലോ. ദിവ്യ ഉണ്ടോ ക്ലാസ്സില്?
മിസ് ഇപ്പൊ കൊറേ പേര് ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആയിരിക്കും കേറാത്ത. ദിവ്യ സംസാരിക്കുന്നില്ല. സെഫിയ ഇടക്കിടക്ക് പോവാ തോന്നുന്നു, റേഞ്ചിലായിട്ട് എന്തോ അറിയില്ല. ഓക്കെ. ഞാന് വീട്ടില് ഗസ്റ്റ് വന്നിട്ടുണ്ടേ. വേറെ ഇടയ്ക്ക് സെഫിയ ക്ലാസ് ഓണാക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. എന്നാലും എനിക്കൊരു സമാധാനം ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി നോക്കുക. ഓക്കെ. സെഫിയ ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു ഒച്ച ബഹളം ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രശ്നമില്ല. അടുത്ത പ്രാവശ്യത്തോടെ ഇങ്ങനെ ആവത്തട്ടോ. പിന്നെന്താ ജിഷ പുതിയ കവിതയൊക്കെ എഴുതി തുടങ്ങിയോ? ജിഷയും പോയി. ഉണ്ട് ടീച്ചർ, ഉണ്ട്. മിസ്സേ പുതിയ കവിത എഴുതി തുടങ്ങിയിട്ടുണ്ടോ? പുതിയ കവിത എഴുതിയിട്ടുണ്ട്. ജിഷ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോളൂ ടീച്ചർ. കവിയത്രിയാണല്ലോ, അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം ചോദിക്കുകയാണ്. നമ്മുടെ ക്ലാസ് തീരുന്നേക്ക് മുമ്പ് മതി, പറ്റുന്ന പോലെ. ഓക്കെ ടീച്ചർ. എന്തേ? ശരി, പറ്റുന്ന കാര്യമല്ലേ ഞാൻ തരുള്ളൂ. അതത്രേ ഉള്ളൂ. ജിഷ ഒരു എന്താ വിചാരിക്കാം, എന്താ പറയാ, ഒരു വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും വിചാരിക്കണ്ട. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ ചോദിച്ചാലോ അതൊക്കെ ചെയ്ത് തന്നാ എനിക്ക് നല്ലതായിരിക്കും എന്ന് തോന്നി കേട്ടോ. പറഞ്ഞോളൂ ടീച്ചർ. എന്താ? ജിഷ കുറെ നാളായിട്ട് നമുക്ക് പരിചയമുള്ളതല്ലേ, ടീച്ചറിനറിയാം. അപ്പം ജിഷ എന്നെ പറ്റി ഒരു 5 വരി അല്ലെങ്കിൽ ഒരു 6 വരി അതിനെന്താ ടീച്ചർ, എപ്പോഴേ റെഡി. ക്ലാസ് തീരുമ്പോഴേക്കും മതി. ഇപ്പൊ ഒന്നും വേണ്ട, സമയം എടുത്ത് 4 വരിയിലൊന്നും ഒതുങ്ങൂല ടീച്ചറെ പറയാൻ പറ്റും. അതങ്ങനെയൊന്നും ഒതുങ്ങുന്നതല്ല ടീച്ചർ. എന്താണ് എനിക്ക് അന്നാ കവിത വായിച്ചില്ലേ ജിഷ? ഏതായിരുന്നു കവിത? അതിലെനിക്ക് മൺപാത്രം മൺപാത്രത്തിന്റെ. അതെ 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 അതെ, അത് മാത്രം എനിക്ക് വെപ്പം. ഞാനിവിടെ ജോബ് സാറിനോട് പറഞ്ഞിരുന്നത് കവിതയെ പറ്റി. ടീച്ചറിനെ കുറിച്ച് കുറച്ച് സെൽഫായിട്ട് കുറച്ച് പറഞ്ഞു കൊടുത്താണെ അവൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇഷ്ടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അതൊന്നും വേണ്ട, നമുക്ക് പഠിച്ചെടുത്ത നമുക്ക് എന്ത് ടീച്ചറിന് അറിയോ അത് മാത്രം എഴുതിയാൽ മതി അല്ലേ? ജിഷയ്ക്ക് എന്ത് മനസ്സിലായി, ജിഷയ്ക്ക് എങ്ങനെയായിരുന്നു, അത്രേ ഉള്ളൂ. കണ്ടിട്ടില്ലേ, അത് വെച്ച് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട്, ഞാനാണ് ടീച്ചർ. പറഞ്ഞോളൂ. അപ്പൊ നമുക്കൊരു കുട്ടി കവിതയോടെ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് കുറച്ച് ഓർമ്മയുള്ളൂ, പിള്ളേരെ പഠിപ്പിച്ചു കൊടുത്ത ആ സമയത്ത് പാടിയിട്ടുള്ള ഒരു ഓർമ്മയാണ്. ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ അങ്ങ് പാടാം. കട്ടുറുമ്പിനു കാതു കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം, അവിടെന്നും കിട്ടി നാഴിയരി, ഇവിടെന്നും കിട്ടി നാഴിയരി, പരിപ്പു വച്ചോ പായസം വച്ചോ, വച്ചു പായസം വച്ചു, അച്ചടി കിച്ചടി വേറെയും വച്ചു, വീട്ടരുമുണ്ടോ നാട്ടരുമുണ്ടോ, കൂട്ടരുമുണ്ടോ കുട്ടിയോളുമുണ്ടോ, എനിക്കു മാത്രം കിട്ടിയില്ല, എനിക്കു മാത്രം കിട്ടിയില്ല. പാട്ടാണോ? കാർട്ടൂണിലൊക്കെ ഉള്ള പാട്ടല്ലേ? കാർട്ടൂണിലുള്ളതാണ്. പിള്ളേരെ എനിക്ക് പഠിപ്പിച്ചു തന്നാണ്, മക്കളെ എനിക്ക് പഠിപ്പിച്ചു തന്ന പാട്ടാണ്. അപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് പാടാൻ. അതെ, പണ്ട് മുതലേ ഉള്ള പാട്ടാണ്. Thank you. Have a nice day.